أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് വിവരിക്കുന്ന സരിയ അഥവാ യുദ്ധനീക്കം സരിയ ഹദരത്ത് മുൻസിർ ബിൻ അമ്ര അഥവാ സരിയ ബേറെ മഊന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ വേദനാജനകമായ സംഭവവും ഹിജ്രി 4-ാം വർഷമാണ് ഉണ്ടായത്. ചിലരുടെ വീക്ഷണത്തിൽ ഇത് സരിയ റജീഇനു മുമ്പാണ് ഉണ്ടായത്. എന്നാൽ വേറെ ചിലർ സരിയ റജീഇനു ശേഷമാണെന്ന് പറയുന്നു. ഈ സംഭവവും സരിയ റജീ പോലെ തന്നെ ശത്രുക്കളുടെ കരാർ ലംഘനത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും നികൃഷ്ടമായ ഉദാഹരണമാകുന്നു. ഈ സരിയയുടെ പേര് സരിയ ബേറെ മഊന എന്നും പറയുന്നുണ്ട്. ബേറെ മഊന മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയിൽ ബനു സുലൈമിൻ്റെ പ്രദേശത്തുള്ള ഒരു കിണറാകുന്നു. ഇതേ പേരിൽ തന്നെയാണ് ഈ സ്ഥലവും ഉണ്ടായിരുന്നത്. ഈ കാരണം കൊണ്ടാണ് ഇതിൻ്റെ പേര് സരിയ ബേറെ മഊന എന്ന് പ്രസിദ്ധമായത്. ഈ സരിയയുടെ അമീർ ഹദ്രത്ത് മുൻസിർ ബിൻ അമ്ര ആയിരുന്നു. അതുകൊണ്ട് ഇത് സരിയ ഹദ്രത്ത് മുൻസിർ ബിൻ അമ്ര എന്ന പേരിലും അറിയപ്പെടുന്നു. അതുപോലെ ഇത് സരിയത്തുൽ ഖുറ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സരിയ ബേറെ മഊനയിൽ പങ്കെടുത്ത എല്ലാ സഹാബാക്കളും യുവാക്കളായിരുന്നു. ഇവർ ഖുർആൻ കാരിമാരായതുകൊണ്ട് ഖുറ എന്ന പേരിലും അനുസ്മരിക്കപ്പെടുന്നു. ഈ സരിയയുടെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു. സുലൈം, ഗത്ഫാൻ എന്നീ ഗോത്രങ്ങൾ അറേബ്യൻ ഗോത്രങ്ങൾക്ക് നടുവിൽ നജിദിലെ മേൽഭാഗത്താണ് വസിച്ചിരുന്നത്. ഇവർ മുസ്ലിങ്ങൾക്കെതിരിൽ മക്കയിലെ ഖുറൈശികളുമായി ചേർന്ന് കഴിയുന്നവരായിരുന്നു. പതിയെ പതിയെ ദ്രോഹികളായ ഈ ഗോത്രങ്ങളുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. നജിദിലെ മേൽപ്രദേശം മുഴുവനും ഇസ്ലാം ശത്രുതയുടെ വിഷം കാരണം വിഷലിപ്തമായിരുന്നു. അങ്ങനെ ആ ദിവസങ്ങളിൽ മധ്യമ അറേബ്യൻ ഗോത്ര നേതാവായിരുന്ന അബൂ ബറ ആമിരി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ എത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സൗമ്യമായും സ്നേഹത്തോടെയും അയാൾക്ക് തബ്ലീഗ് ചെയ്തു. അയാളും പ്രത്യക്ഷത്തിൽ വളരെ താല്പര്യത്തോടെയും ശ്രദ്ധയോടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രഭാഷണം ശ്രവിക്കുകയുണ്ടായി. പക്ഷേ മുസ്ലിമായില്ല. എങ്കിലും അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, താങ്കൾ എന്നോടൊപ്പം ഏതാനും സഹാബാക്കളെ നജിദിലേക്ക് അയക്കുക. അവർ അവിടെ വന്ന് നജിദുകാർക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം നൽകുകയാണെങ്കിൽ നജിദ് വാസികൾ താങ്കളുടെ സന്ദേശത്തെ നിരാകരിക്കില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് നജിദുകാരിൽ വിശ്വാസമില്ല. അബൂ ബറ പറഞ്ഞു, താങ്കൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ താങ്കൾ അയക്കുന്ന ആളുകളുടെ സംരക്ഷണ കാര്യത്തിൽ ജാമ്യം നിൽക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ബറ ഒരു ഗോത്രത്തലവൻ ആയതുകൊണ്ടും സ്വാധീനമുള്ള ആളായതുകൊണ്ടും അയാൾ ആശ്വാസം നൽകിയതിൽ വിശ്വസിച്ചുകൊണ്ടും സഹാബാക്കളുടെ ഒരു സംഘത്തെ നജിദിലേക്ക് പറഞ്ഞയച്ചു. ഇത് ചരിത്രത്തിലെ നിവേദനമാണ്. ബുഖാരിയിൽ പറയുന്നു, റഅൽ, സക്വാൻ തുടങ്ങിയ ഗോത്രങ്ങൾ സുപ്രസിദ്ധ ഗോത്രമായ ബനു സുലൈമിൻ്റെ ശാഖകളായിരുന്നു. അവരിലെ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി ഇസ്ലാമിലാണെന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ജനതയിലെ ഇസ്ലാമിലെ ശത്രുക്കൾക്കെതിരിൽ തങ്ങളെ സംരക്ഷിക്കാൻ ഏതാനും ആളുകളെ അയക്കണമെന്ന് അപേക്ഷിക്കുകയുണ്ടായി. ഇവിടെ ഏതു വിധത്തിലുള്ള സഹായമാണെന്ന്
വിശദമാക്കിയിട്ടില്ല. ഏതായാലും അതേ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘത്തെ അയക്കുകയുണ്ടായി. ദൗർഭാഗ്യവശാൽ ബേറെ മഊനയുടെ വിഷയത്തിൽ ബുഖാരിയുടെ വിശദീകരണത്തിൽ കുറച്ച് അവ്യക്തതകളുണ്ട്. അതുകൊണ്ട് യാഥാർത്ഥ്യം പൂർണ്ണമായും തെളിയുന്നുമില്ല. പക്ഷേ ആ സന്ദർഭത്തിൽ റഅൽ, സക്വാൻ തുടങ്ങിയ ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ വന്ന് ഏതാനും സഹാബാക്കളെ അവരോടൊപ്പം അയക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്ന കാര്യം ഉറപ്പാണ്. ഈ രണ്ട് നിവേദനങ്ങളെയും യോജിപ്പിക്കണമെങ്കിൽ റഅൽ, സക്വാൻ ഗോത്രങ്ങളിലെ ആളുകളോടൊപ്പം ആമിർ ഗോത്രത്തലവൻ അബൂ ബർറ ആമിരിയും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടാകുമെന്ന് കരുതേണ്ടി വരും. അതുകൊണ്ട് തന്നെ ചരിത്ര നിവേദനങ്ങൾ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നജിദുകാരെപ്പറ്റി ഒരു തൃപ്തിയുമില്ലെന്ന് പറയുമ്പോൾ അതിന് മറുപടിയിൽ താങ്കൾ അവരെപ്പറ്റി ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ലെന്നും താങ്കളുടെ സഹാബാക്കൾക്ക് ഒരു പ്രയാസവും ഉണ്ടാകില്ലെന്ന കാര്യത്തിൽ താൻ അവർക്ക് ജാമ്യമാണെന്നും പറയുന്നതിൽ നിന്ന് അബൂ ബറായോടൊപ്പം റഅൽ, സക്വാൻ ഗോത്രക്കാരും വന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശങ്കപ്പെടുന്നതെന്ന് സൂചന ലഭിക്കുന്നുണ്ട്. വല്ലാഹു ആലം. ഏതായാലും ഹിജരി 4-ാം വർഷം സഫർ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻസിർ ബിൻ അംർ അൻസാരിയുടെ നേതൃത്വത്തിൽ സഹാബാക്കളുടെ ഒരു സംഘത്തെ അയക്കുകയുണ്ടായി. ഇവരെല്ലാം പൊതുവെ അൻസാറിൽ നിന്നുള്ളവരായിരുന്നു. ഇവർ 70 പേരുണ്ടായിരുന്നു. എല്ലാവരും വിശുദ്ധ ഖുർആൻ ഖാരിമാർ അഥവാ ഓത്തുപഠിച്ചവർ ആയിരുന്നു. ഒരു ഗ്രന്ഥകാരൻ എഴുതുന്നു, അള്ളാഹുവിൻ്റെ ദീൻ ലോകം മുഴുവൻ വിജയിക്കണമെന്നും ജനങ്ങളെല്ലാം ഇസ്ലാമിൻ്റെ സമാധാനത്തിന് കീഴിൽ വരണമെന്നും ഒരു ദൈവത്തിൻ്റെ ദാസ്യത്വം സ്വീകരിച്ചുകൊണ്ട് അവർ ഇഹപരലോകങ്ങളിൽ വിജയിക്കണമെന്നും മാത്രമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എപ്പോഴും ഉണ്ടായിരുന്ന ആഗ്രഹം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനി പ്രചാരണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അതിനുവേണ്ടി തൻ്റെ സകല കഴിവുകളും ചെലവഴിക്കാനും വലിയ വലിയ ത്യാഗങ്ങൾ അനുഷ്ഠിക്കാനും അമാന്തിച്ചിരുന്നുമില്ല. ഈ കാരണം കൊണ്ട് തന്നെയാണ് നജദിലെ അപരിഷ്കൃതരായ ഗ്രാമീണവാസികളെപ്പറ്റി ആശങ്ക ഉണ്ടായിരുന്നിട്ടുകൂടി അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് ഒരു വിശിഷ്ട സംഘത്തെ അവരുടെ അടുത്തേക്ക് അയക്കാൻ തയ്യാറായത്. തബ്ലീഗിനും ദീനി പ്രചരണത്തിനുമുള്ള കടമ പൂർത്തിയാക്കാൻ വേണ്ടി മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും വലിയൊരു നീക്കത്തിന് മുതിർന്നത്. ചുരുക്കത്തിൽ സൈന്യാധിപനായ ഹദ്റത്ത് മുൻസിർ ബിൻ അംർ ബനു സുലൈമിലെ വഴികാട്ടിയായ മത്ലബ് സൽമിയോടൊപ്പം പുറപ്പെട്ടു. അങ്ങനെ അവർ ബേറെ മഊനയിൽ എത്തി താവളമടിച്ചു. ഹസ്രത്ത് അംർ ബിൻ സമ്രിയുടെ മേൽനോട്ടത്തിൽ തങ്ങളുടെ യാത്രാമൃഗങ്ങളെ മേയാൻ വിടുകയും ചെയ്തു. അദ്ദേഹത്തോടൊപ്പം ഹാരിസ് ബിനു സിമ്മയും ഉണ്ടായിരുന്നു. ഇബ്നു ഹിഷാം ഹാരിസ് അല്ല മുൻസിർ ബിൻ മുഹമ്മദ് ആണെന്ന് എഴുതുന്നു. ഈ സരിയയുമായി ബന്ധപ്പെട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിർ ബിൻ തുഫൈലിന്റെ പേരിൽ എഴുതിയ ഒരു കത്തിനെ പറ്റിയും പരാമർശം കാണുന്നുണ്ട്. ഈ കത്തിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിർ ബിൻ തുഫൈലിന്റെ പേരിൽ സഹാബാക്കളുടെ സംഘം മുഖേന ഒരു കത്തും നൽകുകയുണ്ടായി. ഇയാൾ അബൂ ബറ ആമിർ ബിൻ മാലിക്കിന്റെ സഹോദരപുത്രനും ബനു ആമിർ ഗോത്രത്തിലെ അഹങ്കാരിയായ ഒരു നേതാവുമായിരുന്നു. അതേസമയം ഇയാൾ മനസ്സുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്ദേശത്തിന്റെ സത്യാവസ്ഥയെയും സത്യസാക്ഷ്യത്തെയും അംഗീകരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അടുത്തു തന്നെ അറേബ്യൻ ദ്വീപിൽ മുഴുവനും വിജയവും മേൽക്കോയ്മയും കിട്ടുമെന്ന സത്യം അയാൾ നല്ലപോലെ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അപ്പോഴും അയാൾ തൻ്റെ അധികാരത്തെപ്പറ്റിയാണ് സ്വപ്നം കണ്ടിരുന്നത്. താൻ നേരത്തെ തന്നെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എന്തെങ്കിലും ഇടപാട് നടത്തുന്നതല്ലേ നല്ലത് എന്ന നിലയ്ക്ക് അയാളുടെ ഉള്ളിൽ സാത്താനിക ചിന്തകൾ വന്നു തുടങ്ങി. അങ്ങനെ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി പറഞ്ഞു, ഗ്രാമീണ വാസികൾക്ക് മേൽ താങ്കളുടെയും നഗരവാസികൾക്ക് മേൽ എൻ്റെയും ഭരണമായിരിക്കണം. അല്ലെങ്കിൽ താങ്കൾക്ക് ശേഷം ഞാൻ താങ്കളുടെ ഖലീഫയും പ്രതിനിധിയും ആകണം. ഇതിൽ ഏത് വേണമെന്ന് താങ്കൾക്ക് തീരുമാനിക്കാം. അതല്ലെങ്കിൽ ഞാൻ ഗത്ഫാനിലെ 1000 ചുവന്ന കുതിരകളും 1000 ഒട്ടകങ്ങളും അടങ്ങുന്ന
ഒരു സംഘവുമായി താങ്കളോട് യുദ്ധം ചെയ്യുന്നതാണ്. 3 നിബന്ധനകളാണ് അയാൾ മുന്നോട്ട് വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിർ ബിൻ തുഫൈലിൻ്റെ ഈ വിവരമില്ലാത്ത എല്ലാ ആവശ്യങ്ങളെയും നിരാകരിച്ചു. ഒരു കാര്യവും അംഗീകരിച്ചില്ല. അങ്ങനെ അയാൾ നിരാശനായി തിരിച്ചുപോയി. ബേറെ മഊന സരിയയുടെ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇസ്ലാമിക സന്ദേശം നൽകുന്നത് ഉചിതമാണെന്ന് കരുതി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ പേരിൽ ഒരു കത്ത് തയ്യാറാക്കി സഹാബാക്കളുടെ കയ്യിൽ കൊടുത്തുവിട്ടു. സൈന്യാധിപനായ ഹസ്രത്ത് മുൻസിർ ബിൻ അമ്ര, ഹസ്രത്ത് ഹറാം ബിൻ മിൽഹാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കത്തുമായി ബനു ആമിർ ഗോത്രത്തലവനായ ആമിർ ബിൻ തുഫൈലിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ഹസ്രത്ത് ഹറാം ബിൻ മിൽഹാൻ ഈ കത്തുമായി പോയത് സംബന്ധിച്ച് വിശദീകരണത്തിൽ പറയുന്നു, ഹസ്രത്ത് ഹറാം ബിൻ മിൽഹാൻ തന്നോടൊപ്പം 2 സുഹൃത്തുക്കളെയും കൂട്ടിയിരുന്നു. അതിലൊരു സഹാബിയുടെ കാലിന് സ്വാധീനം കുറവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കാബ് ബിൻ സെയ്ദ് എന്നായിരുന്നു. അതേസമയം രണ്ടാമത്തെ സുഹൃത്തിനെ പറ്റി മിക്കവാറും എല്ലാ നബി ചരിത്രകാരന്മാരും നിശബ്ദരാണ്. പക്ഷേ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയിൽ ഗസ്വ റജി എന്ന അധ്യായത്തിന് കീഴിൽ ഈ സംഭവം വിവരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മുൻസിർ ബിൻ മുഹമ്മദ് ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇവർ 3 പേരും പുറപ്പെട്ടു. ഹസ്രത്ത് ഹറാം തൻ്റെ 2 കൂട്ടുകാരോടും തൻ്റെ അടുക്കൽ തന്നെ ഉണ്ടാകണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്നു. ഞാൻ അയാളുടെ അടുക്കൽ പോവുകയാണ്. അയാൾ എനിക്ക് അഭയം നൽകിയാൽ നല്ലത്. അഥവാ അയാൾ എന്നെ വധിക്കുകയാണെങ്കിൽ നിങ്ങൾ 2 പേരും നിങ്ങളുടെ കൂട്ടുകാരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകണം. തുടർന്ന് അദ്ദേഹം ധൈര്യപൂർവ്വം അള്ളാഹുവിന് ശത്രുവായ ആമിർ ബിൻ തുഫൈലിൻ്റെ അടുക്കിലേക്ക് പോവുകയുണ്ടായി. അയാൾ ബനു ആമിർ ഗോത്രത്തിലെ ആളുകളോടൊപ്പം ഇരിക്കുകയായിരുന്നു. ഹറാം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു കത്ത് നൽകുന്ന കാര്യത്തിൽ നിങ്ങൾ എനിക്ക് അഭയം നൽകുമോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ നിനക്ക് അഭയം നൽകാം. ഹറാം അവരോട് സംസാരം തുടങ്ങി. മൂസ ബിൻ ഉഖ്ബ നിവേദനം ചെയ്യുന്നു, ഹറാം അവർക്ക് മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കത്ത് വായിച്ചു കേൾപ്പിക്കാൻ തുടങ്ങി. താരിഖ് തിബിരി പറയുന്നു, ഹറാം അവരെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലയോ ബേറെ മഊനക്കാരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതനായിട്ടാണ് വന്നിട്ടുള്ളത്. അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ ദാസനും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുവിൻ. ഹറാം തൻ്റെ അനുഗ്രഹീത പ്രഭാഷണം തുടരുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്നവർ തങ്ങളുടെ നീചമായ സ്വഭാവം വെളിപ്പെടുത്തി. അവർ തങ്ങളിൽ ഒരാളോട് ആഗ്യം കാണിച്ചതും അയാൾ ഉടനെ തന്നെ ഹറാമിൻ്റെ പിന്നിലൂടെ എത്തി അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്തി. അത് അദ്ദേഹത്തിൻ്റെ ശരീരം തുളച്ചു പുറത്തെത്തി. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഹറാം കത്തുമായി ആമിർ ബിൻ തുഫൈലിൻ്റെ അടുക്കലെത്തി. പക്ഷെ അയാൾ കത്ത് നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. അദ്ദേഹത്തെ ആക്രമിച്ച് ഷഹീദാക്കുകയും ചെയ്തു. ഏതായാലും ഹറാം തിരിച്ചു വരുന്നതിൽ കാലവിളംബം ഉണ്ടാകുന്നുവെന്ന് കണ്ടപ്പോൾ മുസ്ലിങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്ന് അവിടേക്ക് വരികയുണ്ടായി. കുറച്ചു ദൂരെ അവർ ആക്രമിക്കാൻ വരുന്ന സംഘത്തെ കണ്ടുമുട്ടുകയുണ്ടായി. അവർ മുസ്ലിങ്ങളെ വളയുകയും ചെയ്തു. ശത്രുക്കൾ എണ്ണത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. യുദ്ധമുണ്ടാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സഹാബാക്കൾ ഷഹീദാക്കപ്പെടുകയും ചെയ്തു. ഈ സരിയയിൽ ഹസ്രത്ത് ആമിർ ബിൻ ഫുഹൈറയുടെ ഷഹാദത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അദ്ദേഹം ഹസ്രത്ത് അബൂബക്കർ സ്വതന്ത്രനാക്കിയ അടിമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും ഹസ്രത്ത് അബൂബക്കറിനോടൊപ്പം മദീന ഹിജ്റത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുവെന്ന ബഹുമതിയും അദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹവും ബേറെ മഊനയിൽ ഷഹീദാക്കപ്പെടുകയുണ്ടായി. ബേറെ മഊനയിൽ മറ്റുള്ളവരും ഹസ്രത്ത് അമ്ർ ബിൻ ഉമയ്യ സംരിയും വധിക്കപ്പെട്ടപ്പോൾ ആമിർ ബിൻ തുഫൈൽ ഇദ്ദേഹത്തോട് അതാരാണെന്ന് ചോദിക്കുകയും ഒരു വധിക്കപ്പെട്ട ആളെ ചൂണ്ടിക്കാണിക്കുകയുമുണ്ടായി. അപ്പോൾ അമ്ർ ബിൻ ഉമയ്യ പറഞ്ഞു, ഇത് ആമിർ ബിൻ ഫുഹൈറയാകുന്നു. ആമിർ ബിൻ തുഫൈൽ പറഞ്ഞു, ആമിർ ബിൻ ഫുഹൈറ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹം ആകാശത്തേക്ക് ഉയരുന്നതായി ഞാൻ കാണുകയുണ്ടായി. ആ സമയത്ത് ഇയാൾ മുസ്ലിം ആയിട്ടുണ്ടായിരുന്നില്ല. അന്നാണ് അയാൾ അത് കണ്ടത്. അദ്ദേഹം ഇപ്പോഴും ആകാശഭൂമികൾക്കിടയിലുള്ളതായി ഞാൻ കാണുന്നു. പിന്നെ അദ്ദേഹത്തെ ഭൂമിയിലേക്ക് ഇറക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറ്റി അറിവ് ലഭിച്ചപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വധിക്കപ്പെട്ടത് സംബന്ധിച്ച് സഹാബാക്കൾക്ക് അറിയിപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരൻ ഷഹീദാക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല അദ്ദേഹം തൻ്റെ റബ്ബിനോട് ഇപ്രകാരം ദുആ ചെയ്തു, അല്ലയോ ഞങ്ങളുടെ നാഥ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നിന്നോടും നീ ഞങ്ങളോടും സന്തോഷത്തിലാണെന്ന് നീ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അറിയിപ്പ് നൽകണമേ. അതേപ്പറ്റി അള്ളാഹു പറയുകയും ചെയ്തു. ഇത് സഹീ ബുഖാരിയിലുള്ള നിവേദനമാകുന്നു. ഹദ്രത്ത് ആമിർ ബിൻ ഫുഹൈറയെ ആരാണ് വധിച്ചത് എന്നത് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില നിവേദനങ്ങളിൽ അദ്ദേഹത്തെ ആമിർ ബിൻ തുഫൈലാണ് വധിച്ചതെന്ന് പറയുന്നു. ജബ്ബാർ ബിൻ സൽമ ഷഹീദിയാക്കി എന്നാണ് മറ്റൊരു നിവേദനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഹദ്രത്ത് ആമിർ ബിൻ ഫുഹൈറയുടെ ഷഹാദത്ത് സംഭവം വിവരിച്ചുകൊണ്ട് എഴുതുന്നു, ഇസ്ലാം വാളിൻ്റെ ബലത്തിലല്ല വിജയം വരിച്ചത്. ഇസ്ലാം മനസ്സുകളിലേക്ക് ഇറങ്ങുന്ന അധ്യാപനങ്ങൾ മുഖേനയാണ് വിജയം വരിച്ചത്. അത് സ്വഭാവങ്ങളിൽ ഉന്നതതലത്തിലുള്ള മാറ്റം ഉണ്ടാക്കുന്നവയാണ്. ഒരു സഹാബി പറയുന്നു, ഞാൻ മുസ്ലിമായതിനുള്ള ഏക കാരണം എന്തെന്നാൽ ചതിയിലൂടെ മുസ്ലിങ്ങളുടെ 70 കാര്യമാരെ ഷഹീദാക്കിയ സമൂഹത്തിൽ ഞാൻ അതിഥിയായി താമസിക്കുകയായിരുന്നു. അവർ മുസ്ലിങ്ങളെ ഷഹീദാക്കുമ്പോൾ കുറച്ചുപേർ ഉയർന്ന കുന്നിലേക്ക് കയറിപ്പോയി. കുറച്ചുപേർ അവരെ നേരിടാൻ സന്നദ്ധരായി. ശത്രുക്കളുടെ എണ്ണം ഒരുപാടുണ്ടായിരുന്നു. മുസ്ലിങ്ങളാകട്ടെ വളരെ കുറച്ചു പേരും. അവർ ആളും അർത്ഥവുമില്ലാത്തവരായിരുന്നു. അതുകൊണ്ട് അവർ ഒന്നൊന്നായി എല്ലാ മുസ്ലിങ്ങളെയും ഷഹീദാക്കുകയുണ്ടായി. അവസാനം ഒരു സഹാബി മാത്രം ബാക്കിയായി. അദ്ദേഹം മദീന ഹിജ്റത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളും ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വതന്ത്രനാക്കപ്പെട്ട അടിമയുമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ആമിർ ബിൻ ഫുഹൈറ എന്നാകുന്നു. ഒരുപാട് ആളുകൾ ചേർന്ന് അദ്ദേഹത്തെ പിടികൂടി. ഏതോ ഒരാൾ വളരെ ശക്തിയായി അദ്ദേഹത്തിന് നെഞ്ചിലേക്ക് കുന്തം കൊണ്ട് കുത്തി. കുന്തം തറച്ചതും അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും അനിയന്ത്രിതമായി ഫുസ്തു വറബ്ബിൽ കാബ, കാബയുടെ നാഥനാണ് സത്യം, ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന വാക്കുകൾ വരികയുണ്ടായി. ഗ്രന്ഥകാരൻ തുടരുന്നു, നിവേദകൻ മുസ്ലിമായിരുന്നില്ല. അദ്ദേഹം പറയുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഈ വാചകം കേട്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയി. കാരണം ഇയാൾ തൻ്റെ കുടുംബക്കാരിൽ നിന്നും ഭാര്യാമക്കളിൽ നിന്നും ദൂരെ ഇത്രയും വലിയൊരു ആപത്തിൽ അകപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കുന്തം തറച്ചിരിക്കുന്നു. പക്ഷെ അദ്ദേഹം മരണവേളയിൽ എന്തെങ്കിലും പറഞ്ഞുവെങ്കിൽ അത് കാബയുടെ നാഥനാണ് സത്യം, ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന് മാത്രമായിരുന്നു. ഇയാൾ ഭ്രാന്തനാണോ? അങ്ങനെ ഞാൻ പലരോടും അതേപ്പറ്റി അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് അന്വേഷിക്കുകയുണ്ടായി. അവർ പറഞ്ഞു, നിങ്ങൾക്കറിയില്ല, ഈ മുസ്ലിങ്ങൾ വാസ്തവത്തിൽ ഭ്രാന്തന്മാർ തന്നെയാണ്. ഇവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരിക്കുമ്പോൾ അള്ളാഹു അവരിൽ തൃപ്തനായെന്നും വിജയം വരിച്ചുവെന്നും അവർ മനസ്സിലാക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ അവരുടെ കേന്ദ്രത്തിൽ പോയി അവരെ പറ്റി അറിയുമെന്നും പഠിക്കുമെന്നും തീരുമാനിച്ചു. അങ്ങനെ ഞാൻ മദീനയിലെത്തി അധ്യാപനങ്ങൾ മനസ്സിലാക്കി മുസ്ലിമാവുകയും ചെയ്തിരിക്കുന്നു. സഹാബാക്കൾ പറയുന്നു, നെഞ്ചിൽ കുന്തം കൊണ്ട് ആക്രമിക്കപ്പെട്ട വ്യക്തി തൻ്റെ നാട്ടിൽ നിന്ന് ബഹുഘാതം അകലെയാണ്. ബന്ധുമിത്രാദികൾ ആരും തന്നെ അരികിലില്ല. അപ്പോഴും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും ഫുസ്തു വറബ്ബിൽ കാബ, കാബയുടെ നാഥനാണ് സത്യം, ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന വാക്കുകളാണ് വരികയുണ്ടായത്. ഇത് അദ്ദേഹത്തെ എത്രമാത്രം സ്വാധീനിച്ചു എന്നാൽ അദ്ദേഹം ഈ സംഭവം കേൾപ്പിക്കുമ്പോൾ ഫുസ്തു വറബ്ബിൽ കാബ, കാബയുടെ നാഥനാണ് സത്യം, ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന വാചകം എത്തുമ്പോൾ പ്രസ്തുത സംഭവത്തിൻ്റെ ഭയാനകത നിമിത്തം അദ്ദേഹത്തിൻ്റെ ശരീരം വിറകൊള്ളുകയും കണ്ണിൽ നിന്ന് അശ്രുക്കൾ പൊഴിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം ഹദ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഇസ്ലാം അതിൻ്റെ മേന്മകൾ മുഖേനയാണ് വരുന്നത്, അല്ലാതെ ശക്തി ചെലുത്തിക്കൊണ്ടല്ല. ഹദ്രത്ത് ആമിർ ബിൻ ഫുഹൈറയുടെ ഷഹാദത്ത് വേളയിൽ അദ്ദേഹം ഫുസ്തു വറബ്ബിൽ കാബ, ഫുസ്തു വല്ലാഹി തുടങ്ങിയ വാചകങ്ങൾ പറഞ്ഞതായി കാണുന്നു. 2 നിവേദനങ്ങളുമുണ്ട്. ഈ വാചകങ്ങൾ മറ്റ് സഹാബാക്കളും പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഹദ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, ചരിത്രം വായിക്കുമ്പോൾ ഷഹീദാകുന്നത് തങ്ങൾക്ക് യഥാർത്ഥ സമാധാനത്തിനും സന്തോഷത്തിനും നിദാനമാണെന്ന നിലയ്ക്കാണ് സഹാബാക്കൾ യുദ്ധത്തിൽ പോയിരുന്നതെന്ന് മനസ്സിലാകുന്നു. യുദ്ധത്തിൽ അവർക്ക് അവിടെ വല്ല വിഷമവും നേരിട്ടാൽ
അതൊരു വിഷവുമായി അവർ ഗണിച്ചിരുന്നില്ല. മറിച്ച് സുഖമായിട്ടാണ് കരുതിയത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്നതിനെ തങ്ങളുടെ യഥാർത്ഥ സന്തോഷമായി സഹാബാക്കൾ മനസ്സിലാക്കിയിരുന്നു എന്നതിന് നിരവധി സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധ്യ അറേബ്യയിലെ ഒരു ഗോത്രത്തിലേക്ക് തബ്ലീഗിന് വേണ്ടി അയച്ചിരുന്നു. അവരിൽ ഹറാം ബിൻ മിൽഹാൻ ഇസ്ലാമിക സന്ദേശവുമായി ആമിർ ഗോത്രത്തലവനായ ആമിർ ബിൻ തുഫേലിന്റെ അടുക്കലെത്തി. മറ്റ് സഹാബാക്കൾ പിന്നിലുണ്ടായിരുന്നു. തുടക്കത്തിൽ ആമിർ ബിൻ തുഫേലും കൂട്ടുകാരും കാപട്യത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം സമാധാനപൂർവ്വം ഇരുന്ന് തബ്ലീഗ് തുടങ്ങിയപ്പോൾ അവരിൽ ചില ആക്രമികൾ ഒരു ദുഷ്ടന് സൂചന നൽകുകയുണ്ടായി. അയാൾ സൂചന കിട്ടിയതും ഹറാം ബിൻ മിൽഹാനെ പിന്നിൽ നിന്ന് കുന്തം കൊണ്ട് ആക്രമിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം വീഴുകയുമുണ്ടായി. വീഴുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും അനിയന്ത്രിതമായി ഫുസ്തു വറബ്ബിൽ കാബ, കാബയുടെ നാഥനാണ് സത്യം, ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന വാക്കുകൾ വരികയുണ്ടായി. പിന്നെ ദുഷ്ടന്മാർ ബാക്കിയുള്ള സഹാബാക്കളെ വളയുകയും അവരെ ആക്രമിക്കുകയുമുണ്ടായി. ഹിജ്റത്ത് വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ടായിരുന്ന ഹദ്റത്ത് അബൂബക്കർ സ്വതന്ത്രനാക്കിയ അടിമയായ ഹദ്റത്ത് ആമിർ ബിൻ ഫുഹൈറയെ ഈ സന്ദർഭത്തിൽ വധിച്ച ഘാതകൻ പിന്നീട് മുസ്ലിം ആവുകയുണ്ടായി. അദ്ദേഹം താൻ മുസ്ലിമാകാനുള്ള കാരണം വിവരിച്ചുകൊണ്ട് പറയുന്നു, ആമിർ ബിൻ ഫുഹൈറയെ ഷഹീദാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും അനിയന്ത്രിതമായി ഫുസ്തു വല്ലാഹി, അള്ളാഹുവാണെ ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന വാക്കുകളാണ് വന്നത്. ഈ സംഭവങ്ങളിൽ നിന്ന് സഹാബാക്കൾ മരണത്തെ പ്രയാസമെന്ന നിലയ്ക്കല്ല, മറിച്ച് സന്തോഷത്തിന് കാരണമായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത് എന്ന കാര്യം വ്യക്തമാകുന്നുണ്ട്. ഹദ്റത്ത് ആമിർ ബിൻ ഫുഹൈറയെ ഷഹീദാക്കിയ ജബ്ബാർ ബിൻ സൽമ പിന്നീട് മുസ്ലിം ആകുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, എന്നെ ഇസ്ലാമിലേക്ക് ആകർഷിച്ച കാര്യം എന്തെന്നാൽ ബേറെ മഊൻ 7 ദിവസം ഞാൻ തഞ്ചത്തിൽ ഹദ്റത്ത് ആമിർ ബിൻ ഫുഹൈറയുടെ 2 തോളുകൾക്കുമിടയിൽ കുന്തം കൊണ്ട് കുത്തുകയും കുന്തമുന അദ്ദേഹത്തിൻ്റെ നെഞ്ചിലൂടെ പുറത്തേക്ക് വരികയും ചെയ്തു. അത് കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടു, ഫുസ്തു വല്ലാഹി, അള്ളാഹുവാണെ ഞാൻ വിജയിച്ചിരിക്കുന്നു. ഈ വാക്കുകൾ എൻ്റെ കാതിലൂടെ കടന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങുകയുണ്ടായി. ഈ വാക്കുകളുടെ പൊരുളെന്താണെന്നും ഇദ്ദേഹത്തിന് എന്ത് വിജയമാണ് കിട്ടിയതെന്നുമുള്ള ചിന്തയിൽ ഞാൻ മുഴുകി. ഞാൻ അദ്ദേഹത്തെ വധിച്ചിരിക്കുന്നു. ഞാൻ ഈ അസ്വസ്ഥതയിൽ മുസ്ലിമായ ലിഹാഖ് ബിൻ സുഫിയാൻ കിലാബിയുടെ അടുത്തെത്തി. അദ്ദേഹത്തോട് എല്ലാ സംഭവങ്ങളും കേൾപ്പിച്ച ശേഷം ആ വാക്കുകളുടെ പൊരുൾ എന്താണെന്ന് അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, വിജയം വരിച്ചു എന്നതിൻ്റെ വിവക്ഷ സ്വർഗം ലഭിക്കുക എന്നാകുന്നു. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹുവാണെ, തീർച്ചയായും അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. അതോടൊപ്പം അദ്ദേഹം എന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഈ സരിയ മഊനയെ സംബന്ധിച്ച് ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഒരു കിണർ കാരണം ബേറെ മഊന എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അവരെത്തി. അവരിൽ അനസ് ബിൻ മാലിക്കിന്റെ മാതുലൻ ഹറാം ബിൻ മിൽഹാനും ഉണ്ടായിരുന്നു. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള ഇസ്ലാമിക സന്ദേശവുമായി ആമിർ ഗോത്ര തലവനും അബൂബറ ആമിരിയുടെ സഹോദരപുത്രനുമായ ആമിർ ബിൻ തുഫേലിന്റെ അടുക്കലെത്തി. മറ്റു സഹാബാക്കൾ പിന്നിലായിരുന്നു. ഹറാം ബിൻ മിൽഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൂതൻ എന്ന നിലയ്ക്ക് ആമിർ ബിൻ തുഫേലിന്റെയും സുഹൃത്തുക്കളുടെയും അടുക്കലെത്തിയപ്പോൾ അവർ കാപട്യത്തോടു കൂടി ആദ്യം അവരെ സ്വാഗതം ചെയ്തു. അങ്ങനെ അദ്ദേഹം, അതായത് ഹറാം ബിൻ മിൽഹാൻ, സമാധാനത്തോടു കൂടിയിരിക്കുകയും ഇസ്ലാമിനെ പറ്റി തബ്ലീഗ് ആരംഭിക്കുകയും ചെയ്തു തുടങ്ങിയപ്പോൾ ആ ദ്രോഹികൾ ഒരാൾക്ക് സൂചന നൽകുകയും അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദോഷിയായ ദൂതനെ പിന്നിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തി അവിടെ തന്നെ വീഴ്ത്തുകയും ചെയ്തു. ആ സമയത്ത് ഹറാം ബിൻ മിൽഹാന്റെ നാവിൽ അല്ലാഹു അക്ബർ, ഫുസ്തു വറബ്ബിൽ കാബ, അള്ളാഹുവാണ് വലിയവൻ, കാബയുടെ നാഥനാണ്, ഞാൻ വിജയിച്ചിരിക്കുന്നു എന്നീ വാചകങ്ങളാണ് ഉണ്ടായിരുന്നത്. ആമിർ ബിൻ തുഫൈൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൂതനെ വധിച്ചതിൽ മാത്രം തൃപ്തിപ്പെട്ടില്ല. മറിച്ച് മുസ്ലിങ്ങളുടെ ബാക്കിയുള്ള സംഘത്തെയും ആക്രമിക്കാൻ തൻ്റെ ഗോത്രമായ ബനു ആമിറിന്റെ ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവർ അതിന് വിസമ്മതിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അബൂബറാന്റെ ഉത്തരവാദിത്വമുള്ളതുകൊണ്ട് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ സാധ്യമല്ല. അപ്പോൾ ആമിർ സുലൈം ഗോത്രത്തിൽ നിന്ന് ബനു റഅൽ, സക്വാൻ,
അസൂയ തുടങ്ങിയവരെ. ബുഖാരിയുടെ നിവേദനമനുസരിച്ച് ഇവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ സംഘമായി വന്നത്. തൻ്റെ കൂടെ ചേർത്തു. അവരെല്ലാവരും ചേർന്ന് മുസ്ലിങ്ങളുടെ നിസ്സഹായരായ ഈ ചെറിയ സംഘത്തെ ആക്രമിച്ചു. മുസ്ലിങ്ങൾ ഈ മൃഗസമാനരായ ആളുകളെ കണ്ടപ്പോൾ അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു വഴക്കവുമില്ല. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ദൗത്യവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ നിങ്ങളോട് ഏറ്റുമുട്ടാനല്ല വന്നിട്ടുള്ളത്. പക്ഷെ അവർ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. എല്ലാവരെയും മരണക്കയത്തിലേക്ക് തള്ളിയിട്ടു. ആക്രമികളുടെ എല്ലാ കാലത്തെയും നിലപാട് ഇത് തന്നെയായിരുന്നു. ബേറെ മഊനയിലെ ശ്രോതാക്കളെ സംബന്ധിച്ച് എഴുതുന്നു, യുദ്ധത്തിൽ ഭാഗവാക്കായവരെല്ലാം പറയുന്നത്, ഈ സരിയിൽ ഹസ്രത്ത് അംർ ബിൻ ഉമയ്യ സംരി, കാബ് ബിൻ സയ്യിദ് എന്നിവരൊഴികെ മറ്റെല്ലാ സഹാബാക്കളും ഷഹീദാക്കപ്പെടുകയുണ്ടായി. ഹസ്രത്ത് കാബ് ബിൻ സയ്യിദിന് ബേറെ മഊനയുടെ ദിവസം പരിക്കേൽക്കുകയായിരുന്നു. പിന്നീട് ഖന്തക് യുദ്ധ ദിവസമാണ് മരണപ്പെട്ടത്. ഹസ്രത്ത് അംർ ബിൻ ഉമയ്യ മുആവിയുടെ ഭരണകാലത്താണ് മരണപ്പെട്ടത്. ഈ സരിയയിൽ പങ്കെടുത്ത എല്ലാ സഹാബാക്കളുടെയും പേരുകൾ നബിചരിത്രങ്ങളിലോ ഇതര ചരിത്രങ്ങളിലോ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും 29 ഷഹീദാക്കപ്പെട്ട സഹാബാക്കളുടെ പേരുകൾ കാണുന്നുണ്ട്. ഇത് പിന്നീട് പ്രസിദ്ധീകരിക്കുമ്പോൾ അവരുടെ പേരും ചേർക്കുന്നതാണ്. 29 പേരുടെ നീണ്ട പട്ടിക ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ അവരുടെ പേരുകൾ പറയുന്നില്ല. ഏതായാലും ജീവനോടെ രക്ഷപ്പെട്ട സഹാബാക്കളെ സംബന്ധിച്ച് പറയുന്നു, ഈ സരിയയിൽ പങ്കെടുത്ത 2 സഹാബാക്കൾ ഹദരത്ത് അംർ ബിൻ ഉമയ്യ സംരി, ഹദരത്ത് മുൻസിർ ബിൻ മുഹമ്മദ്. ചില ചരിത്രകാരന്മാർ മുൻസിർ എന്നതിന് പകരം ഹാരിസ് ബിൻ സിമ്മ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവർ ആ സമയത്ത് ഒട്ടകങ്ങളെയും മറ്റും മേയ്ക്കാൻ വേണ്ടി തങ്ങളുടെ സംഘത്തിൽ നിന്ന് മാറിപ്പോയിരുന്നു. അവർ ദൂരെ നിന്ന് നോക്കുമ്പോൾ പക്ഷികൾ കൂട്ടത്തോടെ തങ്ങളുടെ താവളത്തിന് മീതെ വട്ടമിട്ട് പറക്കുന്നതാണ് കാണുന്നത്. അവർ മരുഭൂമിയിലെ പ്രസ്തുത സൂചന നല്ലപോലെ അറിയുന്നവരായിരുന്നു. യുദ്ധമുണ്ടായെന്നവർക്ക് അപ്പോൾ തന്നെ ബോധ്യമായി. തിരിച്ചെത്തിയപ്പോൾ ആക്രമകാരികളായ കാഫ്രീങ്ങളുടെ രക്തരൂക്ഷിത നടപടി അവരുടെ കൺമുൻപിൽ ഉണ്ടായിരുന്നു. ദൂരത്തു നിന്ന് തന്നെ ഈ ദൃശ്യം കണ്ടപ്പോൾ ഇനി ഉടനെ തങ്ങൾ എന്തു ചെയ്യണമെന്ന് അവർ പരസ്പരം കൂടിയാലോചിച്ചു. ഒരാൾ പറഞ്ഞു, നമ്മൾ ഉടൻ തന്നെ ഇവിടെ നിന്ന് ഓടിപ്പോയി മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിയിപ്പ് നൽകണം. പക്ഷേ കൂടെയുള്ള ആൾ ഈ അഭിപ്രായത്തെ അംഗീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ നമ്മുടെ അമീർ മുൻസിർ ബിൻ അംർ ഷഹീദാക്കപ്പെട്ട ഇവിടെ നിന്ന് ഓടിപ്പോകുന്നതല്ല. തുടർന്ന് അദ്ദേഹം മുന്നോട്ട് ഗമിച്ച് യുദ്ധം ചെയ്യുകയും അങ്ങനെ ഷഹീദാക്കപ്പെടുകയും ചെയ്തു. ഇത് സീറത്ത് ഖാത്തബുൻ നബിയിലുള്ള ഉദ്ധരണിയാകുന്നു. ഹദ്രത്ത് അംർ ബിൻ ഉമയ്യ സംരിയെ കൂടാതെ ഒരാൾ കൂടി ജീവനോടെ രക്ഷപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കാലിൽ മുടന്തുണ്ടായിരുന്നു. ഈ സഹാബിയുടെ പേര് കാബ് ബിൻ സയ്യിദ് എന്നായിരുന്നു. ചില നിവേദനങ്ങളിൽ പറയുന്നു, കാഫ്രീങ്ങൾ അദ്ദേഹത്തെയും ആക്രമിച്ചിരുന്നു. ഇദ്ദേഹം ഹദ്രത്ത് ഹറാം ബിൻ മിൽഹാന്റെ കൂടെയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് സാരമായി പരിക്ക് പറ്റുകയും ചെയ്തു. കാഫ്രീങ്ങൾ അദ്ദേഹം മരിച്ചുപോയെന്ന് കരുതി അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. വാസ്തവത്തിൽ കാര്യമായി പരിക്കേറ്റെങ്കിലും അദ്ദേഹത്തിന് ജീവൻ ബാക്കിയുണ്ടായിരുന്നു. അദ്ദേഹത്തെ ശ്രോതാക്കളുടെ മൃതശരീരങ്ങൾക്കിടയിൽ നിന്ന് എടുത്തു മാറ്റി. പിന്നീട് അദ്ദേഹം ഖന്തക് യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്തു. ഹദരത്ത് അംർ ബിൻ ഉമയ്യ തടവിലാക്കപ്പെട്ടതിനെ സംബന്ധിച്ച് എഴുതുന്നു, ഹദരത്ത് അംർ ബിൻ ഉമയ്യ തടവിലാക്കപ്പെട്ടു. ശത്രുക്കൾ ചോദിച്ചപ്പോൾ താൻ അമ്രാണെന്നും ബനു മുളിർ ഗോത്രക്കാരനാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആമിർ ബിൻ തുഫൈൽ അദ്ദേഹത്തെ പിടികൂടുകയും അദ്ദേഹത്തിൻ്റെ നെറ്റിയിലെ മുടി വെട്ടിമാറ്റുകയും തൻ്റെ മാതാവിൻ്റെ വകയായി അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു. അവർ ഒരടിമയെ മോചിപ്പിക്കണമെന്ന് നേരത്തെ നേർച്ച നേർന്നിരുന്നു. അറബികൾ ആരെയെങ്കിലും തടവുകാരനാക്കുകയും പിന്നീട് മോചിപ്പിക്കാനും അയാളോട് ഔദാര്യം കാണിക്കാനും തീരുമാനിച്ചാൽ അയാളുടെ നെറ്റിയിലെ മുടി മുറിക്കുമായിരുന്നു. അതിനുശേഷം അംർ ബിൻ ഉമയ്യ അവിടെ നിന്ന് പുറപ്പെടുകയും ഒരു മരത്തണലിൽ എത്തിയിരിക്കുകയും ചെയ്തു. ആ സമയത്ത് വേറെ 2 പേർ അവിടെ എത്തി ഹദ്രത്ത് അമ്രിൻ്റെ അടുക്കലിരുന്നു. അമർ അവരോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവർ തങ്ങൾ ബനു ആമിർ ഗോത്രത്തിൽ നിന്നുള്ളവരാണെന്ന് പറയുകയുണ്ടായി. മറ്റൊരു നിവേദനത്തിൽ അവർ തങ്ങൾ ബനു സുലൈമിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞുവെന്നും കാണുന്നുണ്ട്. ഇവർ 2 ആളുകളുമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉടമ്പടി ഉണ്ടായിരുന്നു. 2 പേർക്കും സംരക്ഷണം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അംർ ബിൻ ഉമയ്യയ്ക്ക് ഈ ഉടമ്പടിയെപ്പറ്റി അറിവില്ലായിരുന്നു. അമ്ര അവർ 2 പേരും ഉറങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു.
അങ്ങനെ അവർ ഉറങ്ങിയപ്പോൾ അമ്ര അവർ രണ്ടുപേരെയും വധിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മനസ്സിൽ അവർ മുഖേന ബനു ആമിറിനോട് സഹാബാക്കളുടെ വധത്തിന് പകരം ചോദിക്കാൻ കഴിഞ്ഞു എന്ന ചിന്ത മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അമ്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയിച്ചു കൊടുക്കുകയും ആ രണ്ട് ആളുകളെ വധിച്ചതിനെ പറ്റി പറയുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വധിച്ച ഈ രണ്ടുപേർക്കും നമ്മൾ ബ്ലഡ് മണി നൽകേണ്ടതായി വരും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ രണ്ടുപേർക്കുമുള്ള ദീയത്ത് നൽകുകയും ചെയ്തു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ വധത്തെ പറ്റി പറഞ്ഞു, ഇത് അബൂ ബറായിൻ്റെ പണിയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ സഹാബാക്കളെ അയാളോടൊപ്പം വിടാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഈ ഗോത്രങ്ങൾ സഹാബാക്കൾക്ക് വല്ല ദോഷവും വരുത്തുമോ എന്ന് എനിക്ക് ആശങ്കയുമുണ്ടായിരുന്നു. തൻ്റെ സഹോദരപുത്രനായ ആമിർ ബിൻ തുഫൈൽ തൻ്റെ സംരക്ഷണ വാഗ്ദാനം ലംഘിച്ചു എന്നറിഞ്ഞപ്പോൾ ബറായിന് വലിയ ദുഃഖമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കൾക്ക് അയാൾ മുഖേനയുണ്ടായ പര്യവസാനത്തിലും അയാൾ ഖിന്നനായിരുന്നു. തുടർന്ന് ബറാഇന്റെ മകൻ റബിയ തൻ്റെ പിതൃവിപുത്രനായ ആമിർ ബിൻ തുഫൈലിനെ ആക്രമിക്കുകയുണ്ടായി. റബിയ തുഫൈലിനെ കുന്തം കൊണ്ട് കുത്തി. അത് അയാളുടെ തുടയിലാണ് തറച്ചത്. ആമിർ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ രക്തത്തിന് ബറാ വില നൽകേണ്ടതായി വരും. ഇനി ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ എൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കുന്നതാണ്. ഏതായാലും ആമിർ ബിൻ തുഫൈൽ ഈ ആക്രമണത്തിന് ശേഷവും ജീവിച്ചിരുന്നു. അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശാപപ്രാർത്ഥന ഏൽക്കുകയും പ്ലേഗ് ബാധിക്കുകയും അങ്ങനെ കുഫ്രിന്റെ അവസ്ഥയിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു. ബറാവും അതിൽ പങ്കാളിയായിരുന്നു. അയാൾ ആദ്യം തന്നെ വന്ന് അവരെ തടയേണ്ടതായിരുന്നു. ബറാ, അതായത് ആമിർ ബിൻ മാലിക്കിനെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള നിവേദനങ്ങളും കാണപ്പെടുന്നുണ്ട്. ചില ഉലമാക്കൾ അദ്ദേഹത്തെ സഹാബാക്കളിൽ ഉൾപ്പെടുത്തുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, ബറാ ബിൻ മാലിക് ബനു ബക്കർ ബനു ജാഫർ ഗോത്രങ്ങളിലെ 25 ആളുകളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിർ ബിൻ മാലിക്കിനെയും ലിഹാഖ് ബിൻ സുഫിയാൻ കിലാബിയെയും ബനു ബക്കറിലെയും ബനു ജാഫറിലെയും കൈകാര്യകർത്താക്കളുമായി നിയോഗിക്കുകയുണ്ടായി. ഇവർ പിന്നീട് മുസ്ലിങ്ങളായി എന്നതാണ് ഈ നിവേദനം തെളിയിക്കുന്നത്. ഏതായാലും മറ്റൊരു നിവേദനമനുസരിച്ച് ബറാ മുസ്ലിമായിട്ടില്ല. ഏതായാലും രണ്ടു തരത്തിലുള്ള നിവേദനങ്ങളുമുണ്ട്. ഇത് സംബന്ധിച്ച് ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സഹാബാക്കൾക്കും ഏകദേശം ഒരേ സമയത്താണ് റജി ബേരെ മഊന സംഭവങ്ങളെക്കുറിച്ച് അറിയിപ്പ് ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതേപ്പറ്റി വളരെയധികം സങ്കടമുണ്ടായി. എത്രത്തോളം എന്നാൽ നിവേദകൻ പറയുന്നു, അതിനു മുമ്പോ ശേഷമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയധികം സങ്കടം കാണിച്ചതായി കണ്ടിട്ടില്ല. ഏകദേശം 80 സഹാബാക്കൾ ഇത്തരണത്തിൽ ചതിപ്രയോഗത്തിലൂടെ കൊല്ലപ്പെടുകയുണ്ടായി. അതും എല്ലാവരും ഹാഫിസീങ്ങളും ദരിദ്രരും നിസ്വാർത്ഥരുമായ വിഭാഗത്തിൽപ്പെട്ടവരുമായിരുന്നു. അത് അറബികളുടെ കാട്ടാള സമ്പ്രദായങ്ങൾ വെച്ച് നോക്കിയാൽ പോലും ഒരു സാധാരണ സംഭവമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വന്തം മക്കളുടെ മരണത്തിന് സമാനമായതോ അതിനേക്കാൾ തീക്ഷ്ണമായതോ ആയ വാർത്തയായിരുന്നു. കാരണം ഒരു ആത്മീയ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ബന്ധങ്ങൾ തീർച്ചയായും ഒരു ഭൗതികനായ വ്യക്തിക്ക് ഭൗതിക ബന്ധങ്ങളിലുള്ളതിനേക്കാൾ പ്രിയപ്പെട്ടതായിരിക്കും. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ പ്രയാസങ്ങളിൽ വലിയ ദുഃഖമുണ്ടായിരുന്നു. പക്ഷേ ഇസ്ലാമിൽ ഏതവസ്ഥയിലും ക്ഷമ കൈക്കൊള്ളുവാനാണ് പറഞ്ഞിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത കേട്ടപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും തുടർന്ന് ഇത് അബൂ ബറാഇന്റെ പണിയുടെ പരിണിതിയാണെന്നും താൻ അവരെ പറഞ്ഞയക്കാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും നജിദുകാരെപ്പറ്റി ആശങ്കയുണ്ടായിരുന്നു എന്നും പറഞ്ഞ് നിശബ്ദനാവുകയും ചെയ്തു. ബേരെ മഊന റജി സംഭവങ്ങളിൽ നിന്ന് അറേബ്യൻ ഗോത്രങ്ങൾക്ക് തങ്ങളുടെ ഉള്ളിൽ ഇസ്ലാമിനോടും ഇസ്ലാമിൻ്റെ അനുയായികളോടും ഉണ്ടായിരുന്ന പരമാവധി വിദ്വേഷവും ശത്രുതയും എത്രമായിരുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. അവർ ഇസ്ലാമിനെതിരിൽ നിന്നാവഹമായ കളവും വഞ്ചനയും ചതിയും പ്രയോഗിക്കുന്നതിൽ നിന്ന് ഒട്ടും വിട്ടു നിന്നിരുന്നില്ല. മുസ്ലിങ്ങളാകട്ടെ ജാഗ്രതയും ഉണർച്ചയും ഒക്കെ ഉള്ളവരായിരുന്നിട്ട് പോലും തങ്ങളുടെ വിശ്വാസികളുടേതായ സദ്വിചാരം കാരണം
പലപ്പോഴും അവരുടെ കെണിയിൽ പെട്ടുപോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഹാഫിസീങ്ങളും നമസ്കാരക്കാരും തഹജ്ജുദ് അനുഷ്ഠിക്കുന്നവരും മസ്ജിദിൻ്റെ ഒരു മൂലയിലിരുന്ന് അള്ളാഹുവിനെ സ്മരിക്കുന്നവരും അതോടൊപ്പം തികച്ചും ദരിദ്രരും പട്ടിണി പാവങ്ങളുമായ ആളുകളെ ആ ദ്രോഹികൾ ദീൻ പഠിക്കാനെന്ന വേചേന തങ്ങളുടെ നാട്ടിലേക്ക് വിളിക്കുകയുണ്ടായി. അവർ അതിഥികളെന്ന നിലയ്ക്ക് അവരുടെ നാട്ടിലെത്തിയപ്പോൾ നിർദാക്ഷിണ്യം അവരെ വാളിന് ഇരയാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് ഈ സംഭവത്തിൽ എത്രമാത്രം സങ്കടമുണ്ടായാലും അത് കുറവായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് റജി, ബേറെ, മഊന എന്നിവയുടെ രക്തദാഹികൾക്കെതിരിൽ യാതൊരുവിധ യുദ്ധ നടപടിയും കൈക്കൊള്ളുകയുണ്ടായില്ല. റജി, ബേറെ, മഊന സംഭവങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം വരെ നമസ്കാരത്തിൽ കുനൂത്ത് ചൊല്ലുമായിരുന്നു. ഒരു നിവേദനമനുസരിച്ച് ഒരേ രാത്രിയിലാണ് റജി, ബേറെ, മഊന എന്നീ സംഭവങ്ങളെ സംബന്ധിച്ച് അറിയിപ്പ് ലഭിക്കുന്നത്. ഈ രണ്ട് സംഭവങ്ങളിലും സഹാബാക്കളെ ചതിയും വഞ്ചനയും കാണിച്ചുകൊണ്ടാണ് വധിച്ചത്. റജിയിൽ കേവലം 10 സഹാബാക്കളായിരുന്നു. പക്ഷേ സരിയ, ബേറെ, മഊനയിൽ 70 സഹാബാക്കളാണ് ഉണ്ടായിരുന്നത്. അവരിൽ 2 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ബേറെ, മഊന സംഭവത്തിൽ എത്രമാത്രം ദുഃഖവും വേദനയും ഉണ്ടായിരുന്നുവെന്ന് ഒരു നിവേദനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഹദരത്ത് അനസ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബേറെ, മഊന ശുഹദാക്കളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥത മറ്റൊരു കാര്യത്തിലും ഉള്ളതായി ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായ ഒരു മാസം ഫജ്ർ നമസ്കാരത്തിൽ ഖുനൂത്ത് ചൊല്ലുകയും അതിൽ റഅൽ, സക്വാൻ, ബനു ലഹിയാൻ ഗോത്രങ്ങൾക്കെതിരിൽ ശവപ്രാർത്ഥന നടത്തുകയും ചെയ്യുകയുണ്ടായി. ഹസ്രത്ത് അനസ് ബിൻ മാലിക് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഅൽ, സക്വാൻ ഗോത്രങ്ങൾക്കെതിരിൽ ഒരു മാസത്തോളം ശാപപ്രാർത്ഥന നടത്തുകയുണ്ടായി. സഹീഹ് മുസ്ലിമിൽ ദുആയുടെ വാക്കുകൾ ഇപ്രകാരം കാണാം: അല്ലാഹുവേ, ബനു ലഹിയാൻ, റഅൽ, സക്വാൻ ഗോത്രങ്ങൾക്ക് മേൽ ശാപം ചൊരിയണമേ. കോപം കൊണ്ട് അവർ അള്ളാഹുവിനെയും അവൻ റസൂലിനെയും ധിക്കരിച്ചിരിക്കുന്നു. ഗഫാർ ഗോത്രത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുകയും അസ്ലം ഗോത്രത്തെ സമാധാനത്തിലാക്കുകയും ചെയ്യുമാറാകട്ടെ. ഹദ്രത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് റജി, ബേറെ, മഊന സംഭവങ്ങളെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിയിപ്പ് ലഭിച്ചതിനെ സംബന്ധിച്ച് പരാമർശിച്ചുകൊണ്ട് എഴുതുന്നു, ഈ സംഭവങ്ങൾ അറിഞ്ഞ ദിവസം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായി 30 ദിവസം ഫജ്ർ നമസ്കാരത്തിലെ ഏത്തിദാലിൽ വളരെ വിലപിച്ചുകൊണ്ട് റഅൽ, സക്വാൻ, അസിയ, ബനു ലഹിയാൻ ഗോത്രങ്ങളുടെ പേരെടുത്തു പറഞ്ഞ് അള്ളാഹുവിന് സവിധത്തിൽ ഇങ്ങനെ ദുആ ചെയ്തിരുന്നു: അല്ലയോ നാഥ, ഞങ്ങളുടെ അവസ്ഥയിൽ ഞങ്ങൾക്ക് മേൽ കരുണ ചെയ്യണമേ. നിന്റെ ദീനിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി വളരെ നിർദാക്ഷിണ്യം കഠിനഹൃദയരായി മുസ്ലിങ്ങളുടെ രക്തമൊഴുക്കുന്ന ഇസ്ലാം ശത്രുക്കളുടെ കൈകളെ നീ തന്നെ തടയണമേ. ഇതാണ് സരിയ, ബേറെ, മഊന സംഭവം. ഇനി ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ മർദ്ദിതർക്ക് വേണ്ടിയും പലസ്തീനിലെ മർദ്ദിതർക്ക് വേണ്ടിയും ദുആ ചെയ്തുകൊണ്ടിരിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. അള്ളാഹു ദ്രോഹികളെ എത്രയും പെട്ടെന്ന് പിടികൂടുന്നതിന് വഴിയൊരുക്കുമാറാകട്ടെ. നിർദോഷികളെ സഹാബാക്കൾ വധിച്ചപോലെ കൊല്ലുന്നതാണ്. ചതിയിലൂടെ ചിലപ്പോൾ ഒരിടത്തേക്ക് കൊണ്ടുപോകുന്നു, മറ്റു ചിലപ്പോൾ മറ്റു സ്ഥലത്തേക്ക്, പിന്നെ അവിടെ ബോംബ് വർഷിക്കുകയും ചെയ്യുന്നു. അള്ളാഹു കരുണ ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ്റെ പൊതുവായ അവസ്ഥയ്ക്ക് വേണ്ടിയും ദുആ ചെയ്യുക. ലോകം അതിശീഘ്രം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധ സാഹചര്യം പ്രകടമായി കൊണ്ടിരിക്കുന്നു. അള്ളാഹു അഹമ്മദികളെ യുദ്ധത്തിൻ്റെ കെടുതികളിൽ നിന്നും ദ്രോഹങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യുക. ഇപ്പോൾ വീണ്ടും അവർക്ക് പ്രയാസങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു കരുണ ചെയ്യുമാറാകട്ടെ. ദ്രോഹികളിൽ നിന്ന് അവരെയും സംരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ
من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر